ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അയ്യപ്പൻ പറയുന്ന ഒരു ക്യാരക്ടർ ഒരു നല്ലൊരു ക്യാരക്ടർ ഇല്ലേ, നമ്മുടെ മഞ്ജുവിനെ നന്നായി ഹെൽപ്പ് ആക്കുന്നുണ്ട്. അടുക്കളയിലൊക്കെ പോയി സഹായിച്ചും അങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മഞ്ജു ചോദിക്കുന്നത് അയ്യപ്പൻ എപ്പോഴാണ് ശബരിമലയ്ക്ക് പോണത്. അതിന് ഞാൻ ഏഹ് എനിക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ, ഞാനൊരു അയ്യപ്പനല്ല. ഓ, കോമഡി ആയിരിക്കുമല്ലേ, ഞാൻ സീരിയസ് ആയി ചോദിച്ചാണ്. ഇവിടെ നമ്മുടെ മഞ്ജു പറയും, ആ എനിക്ക് പോകണം, ഇപ്പോഴല്ല, കുറച്ച് ആവശ്യം, ഇവിടെ കുറച്ച് പണികളുണ്ട്, ആ പണികൾ തീർത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനും വേണ്ടിയിട്ട് പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മഞ്ജു പറയും, എനിക്ക് ഗിരിയേട്ടൻ കെട്ടുനിറയ്ക്കുമ്പോൾ എനിക്ക് അടുത്ത് നിൽക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ദൈവനിശ്ചയം അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു സമയത്ത് എനിക്ക് പറ്റാത്തൊരു അവസ്ഥ വന്നില്ലേ, ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്തോ സങ്കടം വരുന്നു, ദൈവം ഞങ്ങളുടെ കൂടെയില്ല എന്നൊക്കെ തോന്നുന്നു കൊണ്ട് നമ്മുടെ മഞ്ജു അയ്യപ്പനോട് സങ്കടം പറയണം കേട്ടോ. അതൊന്നും കൊണ്ടും പേടിക്കണ്ട. എന്തിനാ മഞ്ജു ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കണം, നിങ്ങളുടെ കൂടെയാണ് ദൈവം. ഏഹ് എ- ഞാൻ തന്നെ പറയണത് ഒരു ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് മഞ്ജു പറഞ്ഞ ആ തെറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് അയ്യപ്പൻ നെയ്യാണോ ഇത് ചോദിക്കണം. അപ്പോൾ ആ നെയ്യാണ്, ആ എൻ്റെ കൈക്കൊന്ന് കുറച്ച് ഇടുമോ. നെയ്യോ, ഇതെന്തിനാണ് പറഞ്ഞിട്ട് ചോദിക്കണം. നീ ഇട്, ഞാൻ പറയാ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് കഴിക്കുകയും ചെയ്യണം. അത് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ അയ്യപ്പൻ്റെ മേലോട്ടാണ്, പക്ഷേ മഞ്ജുവിനറിയില്ലല്ലോ. എന്നിട്ട് പിന്നെ അയ്യപ്പൻ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുടിക്കുമ്പോൾ തൃപ്തിയായി പറഞ്ഞിട്ട് പറയണം, ഇത് കഴിച്ചിട്ടോ, തൃപ്തിയായി പറഞ്ഞിട്ട് പിന്നെ പറയണം. അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ പറയും, മുഖത്ത് നല്ലൊരു തിളക്കമുണ്ടല്ലോ, എപ്പോഴാണ് ഗിരിയേട്ടൻ വരുന്നത്. ഗിരിയേട്ടൻ നാളെ വരും ഗിരിയേട്ടൻ, വെറുതെ അല്ല മുഖത്തൊരു തിളക്കും സന്തോഷമൊക്കെ കാണുന്നു വേണ്ടി പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അയ്യപ്പൻ പിന്നെയും പറയും, ഓ നാളത്തോടെ എൻ്റെ സെക്യൂരിറ്റി പണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞോ അയ്യപ്പനോട് എനിക്ക് സെക്യൂരിറ്റി വേണമെന്ന്, അല്ലെങ്കിൽ ഞാൻ ഒരു പോലീസല്ലേ, എനിക്കെന്തിനാ സെക്യൂരിറ്റി. അല്ല, മഞ്ജു പറഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ അടുത്ത് ഗിരിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മഞ്ജുവിന് നല്ല സന്തോഷമാണ്, ഗിരിയേട്ടൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നല്ലോ പറഞ്ഞിട്ട് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി സ്വപ്നയും സഞ്ജയും ശാലിനിയും മൂന്നാളും കൂടി ഒത്തിട്ട് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അതൊന്നും നടക്കാൻ പോണില്ല, നടക്കാത്ത സ്വപ്നങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.